നമുക്ക് വേറെ ഒന്നും വേണ്ട. അവർ എന്നെ ഭരിച്ചോട്ടെ, നിങ്ങൾ എന്നെ ഇരിലായോമിൽ ഖിയാമ ഭരിച്ചോളി, നിങ്ങൾ എന്നെ ആഭ്യന്തരമന്ത്രി, നിങ്ങൾ എന്നെ പ്രധാനമന്ത്രി. തട്ടിപ്പിൽ നിങ്ങൾ വന്നല്ലേ, തട്ടിപ്പിൽ വന്നതല്ലേ. ഇപ്പൊ ബാലറ്റ് പേപ്പർ ഇട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? 4 പേരെ കിട്ടൂലല്ലോ. സ്വന്തം ഭാര്യമാർ ആർക്കും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും കിട്ടൂല. നിങ്ങൾക്ക് അവരുടെ വോട്ട് പോലും കിട്ടൂല. ഇത് തട്ടിപ്പിൽ കോടികൾ മുടക്കിയിട്ട് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ സമരം ഇനി ഈ NRCയും MPRും അതുപോലെ CAA-ക്കെതിരെ മാത്രമല്ല, നമ്മുടെ സമരം ഇനി ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് വെക്കണം. ബാലറ്റ് പേപ്പറിലെ ബാലറ്റ് പെട്ടിയിലിടുന്ന ഇലക്ഷനായി മാറണം. ഈ മെഷീൻ സംവിധാനം മാറ്റണം. ഇല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഭീകരമായ നിലയിൽ ഭൂരിപക്ഷത്തോടും മൃഗീയ ഭൂരിപക്ഷത്തോടെ അവർ വീണ്ടും വരും, സംശയമില്ല. നമുക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ വിജയമല്ല, ഇന്ത്യയുടെ വിജയമാണ്. അത് മുസ്ലിമിന്റെ വിജയം കൂടെ തന്നെയാണ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء. അല്ലാഹു പറയുന്നു, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകരാക്കല്ലേ. ഒരുത്തനെയും വിശ്വസിക്കല്ലേ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകണം ഏർപ്പെടുത്തല്ലേ. അവര് നിങ്ങളെ സംരക്ഷിക്കൂല, അവരൊരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ വരൂല. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് NRC പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പടിയടച്ച് പിണ്ടം വെച്ചോ, അത് ഇബാദത്താണ്. നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ, സംഭാരം കൊടുത്തോ, തൈര് കൊടുത്തോ, സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തോ, 3 ദിവസം നമ്മുടെ വീട്ടിലവർക്ക് പായ വിരിച്ചു കൊടുക്ക. നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ രക്തമാണ് അവര്. ഇവിടത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ്. അവർക്ക് 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ. പക്ഷെ ഒരു RSS-കാരനെ വീട്ടിൽ കേട്ടരുത്, ഒരു BJP-കാരനെ വീട്ടിൽ കേട്ടരുത്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സമീപനമാണ്. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷിച്ചാ നമ്മൾ ദുഃഖിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിന്നോട് ദേഷ്യമുള്ള മുനാഫിഖാണ്. നമ്മളെ നോക്കുമ്പോ മുസ്ലിം പേരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ്, എന്റെയും നിങ്ങളുടെയും പെണ്ണന്മാരാണ്, എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? ഞാൻ സഹിക്കുമോ? ഇതങ്ങ് ആസാമിലായതുകൊണ്ട്, കാശ്മീരിലായതുകൊണ്ട്, UP-യിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ? ഈ ലൈറ്റ് കണ്ടില്ലേ? ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും പിന്നെ കത്തൂല. എന്തുകൊണ്ടാണ്? നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുത് ശക്തിയുടെ പ്രവാഹമുണ്ട്. ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ തൗഹീദ് എന്ന ഈമാൻ എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത്. കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ മോമിനീങ്ങളല്ല. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുനാഫിഖീങ്ങളെ നമ്മൾ കരുതിയിരിക്കുക. നമ്മൾ കൃത്യമായിട്ട്, നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, നമുക്ക് കള്ളമില്ല, നമുക്ക് കാപട്യമില്ല. അതുകൊണ്ട് തുറന്നു പറയാം എന്റെ പ്രിയപ്പെട്ടവരെ. അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന പറയുന്നതിന് ചില ആളുകൾക്ക് വിഷമമുണ്ട് ആ പേര് പറയുന്നതിൽ. ഞാൻ ചില ഭാഗങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, കൊല്ലം ജില്ലയിലെ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് അബ്ദുള്ള കുട്ടി എന്നല്ല, ദേവദാസ കുട്ടി എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ, അല്ലാ എന്ന് പറഞ്ഞാൽ ദേവൻ. അപ്പോ അബ്ദുള്ള എന്നതിന് പകരം നബി തങ്ങളുടെ വാപ്പാന്റെ പേരാണല്ലോ. മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള. സെക്കൻഡ് അബ്ദുർ റഹ്മാൻ.
അവന്റെ പേരിനോട് അബ്ദ് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം, അതാ നമുക്ക് ഇവിടെ യോജിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ്. ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല. ലാ തത്തഖിദു അദുബി വഅദുവക്കും ഔലിയ. ഇനി സമയമുണ്ട്, പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി. ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം ഇത് കേൾക്കും. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു, അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും. ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. എന്റെ പള്ളിയിൽ മുമ്പ് ഒരിക്കൽ വന്നിട്ടുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ്. എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക. നിങ്ങൾ ഒറ്റുകാരനാകരുത്, സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത്. ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ സ്വയം സാർത്ഥപ്പെടരുത്. അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും. ഓടി വരാൻ പറയും, അടുത്തെല്ലുമ്പോ അള്ളാഹ് അടയ്ക്കും, ഓടാന്ന് പറയും. ഓടി വിഷമത്തോടെ തിരിച്ചു പോകുമ്പോ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. ഓടി അടുത്ത് വരുമ്പോ വീണ്ടും അടയ്ക്കും, പോടാന്ന് പറയും. ഇതാണ് അള്ളാഹുവിന്റെ മലക്കുകളെ ചെയ്യുക മുനാഫിക്കീങ്ങൾക്ക്. ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി, ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് BJP ചേർന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാല് വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ട് അങ്ങ് കീറിപ്പോകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല. ഒരിക്കലും നിങ്ങളെ ഇവിടെ നിർത്തി ഞങ്ങളെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാവ് നിങ്ങളെ കാണണ്ട. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു മുനാഫിഖ് യബുഗുഹു, നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന മുനാഫിഖാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. ഹിന്ദുക്കളെ ഭൂരിപക്ഷമുള്ള രാജ്യത്തെ മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കിയതെന്താണ്? ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന്. ഞങ്ങളുടെ ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കി വർഷങ്ങളോളം കേസ് നടത്തി ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി. എന്നിട്ടും അവസാനം എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി. എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ചാനലുകൾ നമ്മൾ മാറി കണ്ട് അൽഹംദുലില്ലാ ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. ഇത് ചെയ്തവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി. എല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുമ്പോ, ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നിടത്ത് 5 ഏക്കർ തരാ പള്ളി തരൂലെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ്. സാക്ഷര കേരളത്തിലെ ഇവിടത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോണിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും. കാരണം എന്താണ്? അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റ ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്തിന്റെ എന്തിന് കേരളത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശിലാപൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ?
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലും നാട്ടി ഓടിക്കണമെന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയുന്നത്? ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല. അങ്ങനെ പറയുന്നവന്റെ നാവുണ്ടാവൂലെന്നാ നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് യുദ്ധത്തിന് വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ശാസ്താംകോട്ടക്കാരെ നിങ്ങളെ ഞെട്ടിപ്പോകും, സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ 14 മുമ്പ് പറയുകയാണ്, തഅതീകും ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾക്ക് വരും ഒരു ദുരന്തം. അത് ഏതെന്നറിയോ? എനിക്ക് ശേഷം നിങ്ങൾക്ക് 4 ദുരന്തങ്ങൾ വരും, 4 കലാപങ്ങൾ വരും, 4 യുദ്ധങ്ങൾ വരും, 4 പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരും. അതിൽ ഒന്നാമത്തേത് യുസ്തഹല്ലു ഫീഹ ദിമാ, ഒന്നാമത്തേത് നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടും, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടും. രണ്ടാമത്തേതോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും. രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നില്ലേ സഹോദരങ്ങളെ? എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ നാദാപുരപ്രിയപ്പെട്ട കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത്, മാറാട് പ്രണട്ടമാവുന്നത്. ആലോചിച്ചു നോക്ക്. മൂന്നാമത്തത് നബി തങ്ങൾ പറഞ്ഞു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ തൊട്ട് മുമ്പിലെ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു. രാത്രി വന്നിട്ട് കതകിന് മുട്ടി. ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാൻ മണിക്കൂറുകൾ ബാക്കിയാണ്. ആ സമയത്ത് കതകിന് മുട്ടിയപ്പോൾ പേടിച്ചു വിറച്ച് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവര് മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ ദുരവസ്ഥ ആലോചിച്ചു നോക്ക്. ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നടു റോഡിലൂടെ വലിച്ചിഴച്ച് പിറ്റേന്ന് ജുമാ ദിവസത്തിന് പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ പെങ്ങളുടെ ജനാസ കിടന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാ? ഇപ്പോഴും നടക്കുന്നില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ കാമവെറി തീരാതെ വന്നപ്പോൾ ഉത്തർപ്രദേശിലെ യതീംഖാനകളിലെ കയറിയിട്ട് 13 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ട ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ രഹസ്യ അവയവങ്ങളിൽ നിന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹബീബും നിങ്ങളുടെ ഹബീബും പറഞ്ഞതല്ലേ, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു. ഇത് മൂന്നും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനി 4ാമതൊരു ദുരന്തം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സമ്മാഉ വ അംയാഉ, എന്റെ പൊന്നുമക്കളെ, അത് കണ്ണും കാതുമില്ലാത്തതാ. നബി തങ്ങളുടെ വാക്ക് ചിന്തിക്കണം. സമ്മാഉ വ അംയാഉ, അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്. അതാർക്കും പറയാൻ കഴിയില്ല.
അങ്ങനത്തെ ഭീകരമായ കലാപം ഇനി വരാൻ സാധ്യതയുണ്ട്. അല്ല, വരും വരും. എന്റെ ഹബീബും നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അഭയസ്ഥാനം ഒരിടം ഉണ്ടാവൂല, നിങ്ങൾക്കൊരു അഭയം ഉണ്ടാകൂല. കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയിൽ സെൻട്രൽ ജുമാ മസ്ജിദിലെ നാസിലത്തിന്റെ ഖുനൂത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ജുമാക്ക് ജുമാ നമസ്കാരം മുതൽ ഇന്ന് ഇശാ നമസ്കാരം വരെയും അവിടെ മുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ നമസ്കാരത്തിൽ എങ്ങനെ ദ്വാരക്കണം? നമസ്കാരം കഴിഞ്ഞ ദ്വാരക്കായിരിക്കുന്നത് പോലെ ഇരുന്നാ പോരാ. കൈ ഇങ്ങനെ മടിയിലിട്ട് ബൈനഹുമാ ബർസഖുല്ലാ അങ്ങനെ ഇരുന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല. നമ്മൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി പോരാ. ഭാര്യ മരിച്ച വേറെ പെണ്ണ്, അതാണ് അല്ലേ? ഇരിക്കേണ്ട ആണുങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ദുആ ചെയ്യുന്നത് പോലെയോ? ഇല്ല. എന്റെ മക്കൾക്ക് രോഗം അല്ലാഹു മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ അവര് സങ്കടപ്പെടാതെ വിഷമിക്കാതെ റബ്ബനെ തിരിച്ചെടുക്ക് എന്ന് പറയുന്ന വാപ്പ, അതും പറ്റൂല. പിന്നുള്ള ദുആ എങ്ങനെയാണ്? കദുആയിൽ ഗർഖി ഫിൽ ബഹരി, കടലിൽ അകപ്പെട്ടു പോയവൻ ദുനിയാവുമായിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല. അവന്റെ ദുആ, പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന. അത് ദുആ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു അധികാരിയുടെയും അധികാര കസേര കുലുങ്ങാതിരിക്കൂല, ഒരു സ്വേച്ഛാധിപതിയുടെയും കസേര കുലുങ്ങാതിരിക്കൂല. അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ശത്രുവാണ് അദുവ്വു യുഖാതിലുഹു, നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. റിയോ ബദറു സുഗ്റ എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ മന്നാനയുടെ മുഹത്തമായ ആദരണീയനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നുപോയി ഇന്നും ഒരു ഫോട്ടോ ഒരു മനുഷ്യന്റെ കയ്യിലില്ലാത്ത ജാമിഅ മന്നാനയുടെ മുഹത്തമായ എന്റെ പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് സ്റ്റേറ്റിന്റെയും കേരള സ്റ്റേറ്റിന്റെയും 10,000 ആളുകൾ കാശാ കേന്ദ്രമായ ആദരണീയനായ ശൈഖുനാ എ.ടി. മമ്മിക്കുട്ടി ഹളറത്ത് മഹാനവർകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആറ്റാശ്ശേരി അതിരാമ്പട്ടണം ഉസ്താദ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്നൊരു 5 മിനിറ്റുള്ള ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. ഇതൊരു നെവർ മൈൻഡ് ആയിട്ട് കാണരുത്. സൂറത്തു ആലു ഇംറാൻ എടുക്ക്, എന്നിട്ട് അതിന്റെ 173ാമത്തെ ആയത്തെടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 173ാമത്തെ ആയത്ത് സൂറത്തു ആലു ഇംറാനിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ്, നമ്മളത് പേടിക്കുന്നതല്ല. അധികാരമുള്ളവൻ എന്തുമാകാം. ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോ നമ്മൾ ആരും നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ മരിച്ചാൽ അൽഹംദുലില്ലാ അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ്. അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരൂല. അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢി നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തുമൊത്ത് ഹിജ്റ 2 ബദർ കഴിഞ്ഞു, ഹിജ്റ 3 ഉഹദ് കഴിഞ്ഞു. ഉഹദ് കഴിഞ്ഞ് പോകുമ്പോൾ അബൂ സുഫിയാനും കൂട്ടരും പറഞ്ഞു, മുഹമ്മദേ അടുത്ത കൊല്ലം ബദറിൽ കാണാടാ, നിന്നെ നോക്കിക്കോ ഞങ്ങള് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. വർഷം 1 കഴിയാറായി. ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു. ഇവര് വാക്ക് പറഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാം
എടുത്തോളാന്ന്. പക്ഷേ അവിടത്തെ അങ്ങനെയാണ്, ഈ ദുരഭിമാനം ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യവും കട്ടപ്പാടും കൊടിയ ക്ഷാമവും അനുഭവപ്പെട്ടു മക്കയിൽ 3-ാം വർഷം, ഹിജ്റയുടെ 3-ാം വർഷം. അന്ന് നബിതങ്ങൾക്ക് വയസ്സ് 56. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും ഒന്ന് പേടിപ്പിക്കും, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറ. അവര് പേടിച്ചിട്ട് പിൻവാങ്ങും. അങ്ങനെ പിൻവാങ്ങിയാൽ നമുക്ക് പോണ്ടല്ലോ. നമ്മുടെ കയ്യിലാ കുറവുള്ളത്. ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും നമ്മളെ ഇല്ല. അതുകൊണ്ട് നീ പോയിട്ടൊന്ന് വരട്ടവരെ, അപ്പോഴേക്കും അവര് പിന്മാറും, നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം, നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ നിന്ന് സഹാബാക്കളടുത്ത് പറഞ്ഞു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ, ഞാനിപ്പോ അവിടെ നിന്ന് വരികയാണ്, വല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ, നടക്കാൻ പോകുന്ന പറയാൻ പറ്റൂല കേട്ടോ, നിങ്ങളെ മൂക്കി കയറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, പോടാ. ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫസാദഹും ഈമാന. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഈമാൻ തിളച്ചങ്ങ് പൊങ്ങി സഹാബത്തിന്. അവര് പറഞ്ഞു, ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹ് അമ്മ കണ്ടാ പോടാ നിന്റെ ജോലി വെക്കുന്നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിവർത്തിയില്ലാതെ അവരവിടെ നിന്ന് തിരിച്ചു. നബിയും സഹാബാക്കളും യുദ്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി. ആ ബദറിൽ ഹിജ്റയുടെ 3-ാം വർഷമാണ്. ബദറിലെത്തി 4-ാം വർഷമാണ്. 3-ൽ ഉഹദ് കടന്നു. 4-ാം വർഷമാണ്. 57 വയസ്സ് നബിതങ്ങൾക്ക്. അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദറിലേക്ക് എത്തി. ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു. അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് ഈ പോയ രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവര് തിരിച്ചങ്ങ് മക്കയിലേക്ക് പോയി. നബിതങ്ങളും സഹാബാക്കളും 8 ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അഭിപ്രായ വ്യത്യാസം എണ്ണങ്ങളിലുണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ച് നബിതങ്ങൾ വന്നു. അതാണ് ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസുഹും സൂ. ഒരു വിപത്തും അവർക്ക് വന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മടങ്ങിപ്പോയി. ഇതാണ് ഈ സൂറയിൽ, ഈ ആയത്തുകളിൽ പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ബദർ സുഗ്റ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മശായിഖുമാരിൽ നിന്ന് ഇജാസത്ത് കിട്ടിയത്, പ്രത്യേകിച്ച് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരിൽ നിന്ന് പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിഖായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്നോ ഇന്നലെയൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി. ഒരു ഫാത്തിഹ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ ഓതുക, മറക്കരുത്. ഇത് പ്രത്യേകം ഒന്ന് ഓർത്തോളി. ഇലാ ഹളറത്തി റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ ഓതി നബി തങ്ങൾക്ക് ഹദിയ ചെയ്യുക. രണ്ടാമതൊരു ഫാത്തിഹ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മശായിഖുമാര്, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദറിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹദിയ ചെയ്തൊരു ഫാത്തിഹ കൂടി ഓതുക. മൂന്നാമത് അബുൽ ഹസൻ ഷാദുലി തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. മറന്നു പോകുന്നവർ അത് മറന്നുപോയാൽ ഇനി പറയുന്നത് മറക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതുക. ഏതാ? മഹത്തായ സൂറത്ത് ആലി ഇംറാന്റെ ഈ ആയത്ത്. അല്ലദീന ഖാല ലഹും 173 മറക്കരുത്. ആലി ഇംറാൻ 173. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവിടെ നിർത്തുക. ഖുർആൻ മടക്കി വെക്കുക. 450 പ്രാവശ്യം 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന 450 പൂർത്തിയാക്കുമ്പോൾ ഖുർആൻ ശരീഫ് വീണ്ടും എടുക്കണം. അതിന്റെ അടുത്ത ആയത്ത് ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസുഹും സൂഉൻ വത്തബഉ റിളവാനല്ലാഹി വല്ലാഹു ദു ഫളലിൻ അളീം എന്ന് പറയുന്ന ആയത്ത് 3 പ്രാവശ്യം ഓതി അവസാനിപ്പിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം. നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ. കഴിയുന്നവർ എല്ലാ ദിവസവും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കുക. അത് ഇതിനു വേണ്ടിയിട്ടല്ല, ഏത് കാര്യങ്ങൾക്കും. മഅദനി ഉസ്താദ് എന്റെ ഉമ്മയെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റുമ്പോ, ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് കയറ്റുമ്പോ മഅദനി ഉസ്താദ് എന്നോട് വിളിച്ചിട്ട് ഇത് ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി തീരുമ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ് ആയി, പരിപൂർണ വിജയം, അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും ഇത് നല്ലതാണ്. കച്ചവടം നടക്കുന്നില്ലെങ്കിൽ നിയത്താക്കി ഓതിക്കൊല്ലാം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വരൂല, വിഷമങ്ങൾ
വിഷമങ്ങൾ വരൂല, ആ പീഡനങ്ങൾ വരൂല, എന്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ഇതൊക്കെ ഖുർആനിലുണ്ട് സഹോദരങ്ങളെ. ഖുർആൻ നെഞ്ചോടങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്ത് തട്ടിപ്പോയിട്ട് നിങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന എംബോക്കികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നൂലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൃത്യമായി നിങ്ങൾ ഓതിക്കോളി. അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ.